25 വർഷമായി കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു MLA പോലും വിജയിപ്പിക്കാനായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിന് നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയായിരുന്നു കോഴിക്കോട്. എന്നാൽ 2001 ശേഷം കോഴിക്കോടിന്റെ ഭൂപടത്തിൽ ഒരു കോൺഗ്രസ് MLA പോലുമില്ല. കോഴിക്കോട് നോർത്തിൽ നിന്ന് സുജനപാലും കൊയിലാണ്ടിയിൽ നിന്ന് P ശങ്കരനുമാണ് 2001 നിയമസഭയിലെത്തിയത്. വയനാട് CPM-ൽ വൻ പൊട്ടിത്തെറി. വയനാട്ടിലെ മുതിർന്ന നേതാവ് AV ജയൻ CPM വിട്ടു. CPM-ൽ തുടർന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് AV ജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജില്ലാ സമ്മേളനം മുതൽ ഒരു വിഭാഗം തന്നെ വേട്ടയാടുന്നു. ശശീന്ദ്രൻ റഫീഖ് പക്ഷത്തിനെതിരായ വിമർശനം വേട്ടയാടലിന് വഴിവെച്ചെന്നും ജയൻ പറയുന്നു. 35 കൊല്ലം പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചു. പാർട്ടിയിൽ ഭീഷണിയുടെ സ്വരത്തിൽ തീരുമാനമെടുക്കുന്നു. തന്നെ വേട്ടയാടാൻ ചിലർ കോൺഗ്രസ് നേതാക്കൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും ജയൻ വിമർശിക്കുന്നു. ആസൂത്രിതമായ അട്ടിമറികൾ CPM-ന് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF രാഷ്ട്രീയ ജാഥയ്ക്ക് പേരായി. പുതുയുഗയാത്ര എന്ന പേരിലാണ് യാത്ര. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്നതായിരിക്കും യാത്രയുടെ തീം. ഫെബ്രുവരി 6 മുതൽ മാർച്ച് 6 വരെയാണ് യാത്ര. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് യാത്ര. കേരളത്തിലെ 14 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഈ ബൃഹത്തായ പര്യടനം 1 മാസം നീണ്ടു നിൽക്കും. ഇളവണ്ണൂരിൽ പിരിവ് തുക കുറഞ്ഞതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മരവ്യവസായ സ്ഥാപന ഉടമയെ ക്രൂരമായി മർദ്ദിച്ചു. KM വുഡ് പ്രൊഡക്ട്സ് ഉടമയ്ക്കാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 പ്രാദേശിക CPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: പ്രാദേശിക ക്ലബിന്റെ പേരിൽ ക്ഷേത്രാവശ്യങ്ങൾക്കായി പണം ചോദിച്ചാണ് സംഘം സ്ഥാപനത്തിലെത്തിയത്. ഉടമ നൽകിയ തുക കുറഞ്ഞുപോയെന്നാരോപിച്ച് സംഘം തർക്കമുണ്ടാക്കുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 3:30ഓടെയാണ് സംഭവം. തൃശൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മാള അഷ്ടമിച്ചിറ അണ്ണല്ലൂരിലാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രക്കാരായ നീൽ ഷാജു, അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. ഹെൽമറ്റുകളും തെറിച്ചു വീണു. നാട്ടുകാരെത്തി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ 1 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു.